ശ്രീ പി എസ് എൻ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതികരിക്കുകയും പ്രതിസ്ഥാനത്തുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തെളിവ് സഹിതം തുറന്നു കാട്ടുകയും ചെയ്യുമ്പോൾ മറുപടി പറയുന്നത്, അതും ഭീഷണിയുടെ സ്വരത്തിൽ മറുപടി പറയുന്നത് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെയാണ്. ഇരുവരും PJ ആർമിയുടെ വക്താക്കളാണ്, പോരാളികളാണ്. പാർട്ടി പരിരക്ഷയിൽ കള്ളക്കടത്തും കൊട്ടേഷനും തൊഴിലാക്കിയ രണ്ട് പേർക്ക് ഹാലിളകുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ അവരുടെ നേതാവിന് ഇപ്പോഴും പ്രതിരോധം തീർക്കുന്നുവെന്നല്ലേ. അതായത് ഒരു പാലം ഇങ്ങോട്ടിടുമ്പോൾ മറ്റൊരു പാലം അങ്ങോട്ടിടുന്നു. നേതാവിൻ്റെ തണലിലാണ് ആയങ്കി അതുപോലെ തില്ലങ്കേരിയുമൊക്കെ അഴിഞ്ഞാടുന്നതും അർമാദിക്കുന്നതും എന്നല്ലേ കരുതേണ്ടത്. അല്ല, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് എല്ലാത്തരം കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യരാണ്. അവർ തീർച്ചയായിട്ടും ഇവരെ എതിർക്കുന്നവരാണ്. പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ നുഴഞ്ഞു കയറി പാർട്ടിയുടെ തന്നെ പ്രത്യയശാസ്ത്രത്തെ വിഴുങ്ങുന്നു എന്നുള്ളത് പുതിയൊരു കാര്യമല്ല. വളരെ കാലമായിട്ട് അതിശക്തമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു തോമസ് തീർച്ചയായിട്ടും അതിനെതിരെ അകത്ത് നിന്ന് പോരാടിയ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ പുറത്തു നിന്ന് ആ കാര്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എങ്ങനെ ആണ് ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കണമെങ്കിൽ പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങൾ ആവശ്യമില്ല എന്ന് പാർട്ടി വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വരും. കൊട്ടേഷൻ സംഘങ്ങളെ ആവശ്യമില്ലാതെ വരുന്നത് എപ്പോഴാണ്? കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായത്താല് ആരെങ്കിലും അടിച്ചമർത്തുകയോ കൊല്ലുകയോ കൊലപാതകം നടത്തുകയോ ചെയ്യേണ്ടതില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. എന്നുവെച്ചാൽ അക്രമോത്സുകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് കൊട്ടേഷൻ സംഘം ആവശ്യമല്ലാത്തതായിട്ട് വരുന്നത്. ഇപ്പൊ CPM-നെതിരെ ശത്രുക്കൾ കൊലപാതക രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ പ്രതിരോധം തീർക്കാൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇതിനകത്ത് ആവശ്യമാണ് എന്നുള്ളത് ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാലത്ത് വ്യക്തമാക്കപ്പെട്ടിരുന്നതാണ്. പക്ഷെ അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ ഒരിക്കലും കണക്കാക്കാനായിട്ട് പറ്റുകയില്ല. അത് അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനെ എതിർക്കേണ്ടതാണ്, അവരെ പുറത്താക്കേണ്ടതാണ്, അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടതാണ്. ആ നിലപാടെടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പാർട്ടിക്ക് ഇപ്പോൾ ആ കൊട്ടേഷൻ സംഘങ്ങളെ ചുമക്കാനോ അവരെ കൊണ്ടു നടക്കാനോ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പാർട്ടി പതുക്കെ പതുക്കെയാണെങ്കിൽ പോലും അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. P. ജയരാജനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി, അദ്ദേഹം അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ആളുകളും അതേപോലെ തന്നെ ഇതിന്റെ വ്യാഖ്യാതാക്കളും ഒക്കെ കൃത്യമായിട്ട് അത് അയാൾക്കെതിരെയാണ് എന്ന് കരുതുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മകനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറഞ്ഞതോടുകൂടിയാണ് അതങ്ങനെ വന്നത്. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് പാർട്ടി വരുന്നതിന് പകരമായിട്ട് കൊട്ടേഷൻ സംഘം വരുന്നുണ്ട്, അല്ലെ ആകാശ് തില്ലങ്കേരി വരുന്നു എന്നുള്ളതാണ്. ഭീഷണി മുഴക്കുന്നു എന്ന് പറയും. അത് കൊട്ടേഷൻ ശബ്ദമാണ്. ശരിക്കും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് പറയുന്നതാണ്. ഇത് എവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. വളരെ ഫാഷിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഇത്. ഈ പാർട്ടിക്ക് മാത്രമല്ല, പുറത്ത് തീവ്രവാദ സ്വഭാവം പുലർത്തുന്നതായിട്ടുള്ള എല്ലാ ആളുകളും പുലർത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സംസാരിച്ചാൽ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത്. അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില്ലാതെ പറ്റൂ കേരളത്തിൽ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും സാമാന്യ ജനം അംഗീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. അല്ല ശ്രീ പി എസ് എൻ, ഈ കൊട്ടേഷൻ സംഘത്തെ പൂർണ്ണമായി മാറ്റി നിർത്താൻ CPM-ന് സാധിക്കുമോ? നോക്കൂ, കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾക്കെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ ഹാജരായില്ല. അതിന് തൊട്ടുമുമ്പുള്ള ദിവസം അടിയന്തര പ്രമേയം അതിന് അവതരണാനുമതി തേടിയ സമയത്ത് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മറുപടി സ്പീക്കറിലേക്ക് അങ്ങ് ചാരി രക്ഷപ്പെട്ടു. അപ്പോൾ
മുഖ്യമന്ത്രി അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അദ്ദേഹം പോലും ഈ കൊലയാളികളെ, ഈ ക്രിമിനലുകളെ, കൊടും ക്രിമിനലുകളെ ഭയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. താങ്കളും അതുപോലെ പാർട്ടിക്കാരും, നല്ലവരായ പാർട്ടിക്കാരും ആശിക്കുന്നത് പോലെ എന്തെങ്കിലും കൊട്ടേഷൻ മുക്തമായി ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ പോകാതെ എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുക? ഇപ്പോൾ ഭരണം നിലനിൽക്കുന്നു, ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിന്റെ എല്ലാവിധമായിട്ടുള്ള സാധ്യതകളുണ്ട്, അധികാരമുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതല്ലാതെ ഇവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ശരിയായ ദിശയിൽ, ശരിയായ ധാർമ്മികതയിൽ, ശരിയായ ആശയങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തള്ളും, ജനങ്ങൾ നിഷേധിക്കും. അങ്ങനെ ജനങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യത്തിലെത്തിയാൽ പിന്നെ ഈ സംഘടനകൾ കൊണ്ട് എന്ത് ഗുണമാണ് ഇവർക്കുണ്ടാകാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് ഇവർക്ക് തള്ളി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ചിലപ്പോ നിസ്സഹായത കൊണ്ടോ ഗതികേട് കൊണ്ടോ അതൊക്കെ സാധ്യമാണ്. പക്ഷെ ഒരിക്കലും അവരെ സംരക്ഷിച്ചുകൊണ്ടും അവർക്കൊപ്പം നിന്നുകൊണ്ടും ഒരു കാരണവശാലും മുന്നോട്ട് പോകാനായിട്ട്, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യമല്ല പറഞ്ഞു, ഏത് പ്രസ്ഥാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമായ ഒരു കാര്യമേ അല്ല ഈ അക്രമാസക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതേപോലെ കൊലപാതക രാഷ്ട്രീയം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ജയിലിലാണ് അടക്കേണ്ടത്, അല്ലാണ്ട് പാർട്ടിയുടെ കൂടെ അല്ല കൊണ്ട് നടക്കേണ്ടത്. ശ്രീ ഹരിദാസ്, ഇവർ ആരോപിക്കുന്ന ഈ മനു തോമസിന്, അദ്ദേഹം വലിയ വ്യാപാരിയാണ്, വ്യവസായിയാണ്, വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അത് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടി നേരെ പി ജയരാജൻ്റെ പങ്ക്, അല്ലെങ്കിൽ ഷാജറിൻ്റെ കൊട്ടേഷൻ കള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പറയുന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. ഈ പറയുന്നത് പോലെ മനു തോമസ് വലിയ ബിസിനസ്സുകാരനാണോ, ധനാഢ്യനാണോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് മനു തോമസിനെതിരായിട്ട് പാർട്ടി ഇതുവരെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. മനു തോമസ് പാർട്ടി നേതാക്കന്മാർക്കെതിരെ ആരോപണം പറയുമ്പോഴാണ് മനു തോമസിനെതിരായിട്ട് ആരോപണം പറയുന്നത്. മനു തോമസ് ഞാൻ മനസ്സിലാക്കിയത് ഒരു അഡ്വക്കേറ്റാണ്, എൻറോൾ ചെയ്ത് നിയമ വിദ്യാർത്ഥിയായിട്ട് എൻറോൾ ചെയ്ത ആളാണ്, കൃഷി കൊണ്ട് ഉപജീവനം കഴിയുന്ന ആളാണ്. അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. കാരണം ഇവരെ പോലെ ക്രിമിനൽ മൈൻഡുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. കണ്ണൂരിന്റെ ജനങ്ങളുടെ മനസ്സ് ക്രിമിനൽ മനസ്സല്ല. പക്ഷേ ഇവർ ജനങ്ങളെ എങ്ങനെയാണ് അടക്കി ഭരിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി വെച്ചതാണ് കണ്ണൂരിന്റെ മുക്കും മൂലയും. ഇത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുത്ത് ഓരോ ഗ്രാമത്തിലും, ഓരോ ലോക്കലിലും, ഓരോ ഏരിയയിലും ഒരു ക്രിമിനൽ സംഘത്തെ വളർത്തി. ആ ക്രിമിനൽ സംഘത്തിലൂടെ ആ പ്രദേശത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശം CPM കീഴടക്കിയത്. അല്ലാണ്ട് ആദർശ രാഷ്ട്രീയം കൊണ്ട് കീഴടക്കിയതല്ല. വോട്ട് പേറ്റെടുത്ത CPM-ന്റെ കയ്യില്ല. കാരണം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് നേരത്തെ പറയും. അപ്പം ഭയപ്പെടും. സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, അവൻ CPM-ന്റെ കൂടെ നിൽക്കണ്ടിക്കൽ മനസ്സോടെ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ കൂടെ നിന്ന ഒരു ജില്ലയാക്കി ഈ CPM ഈ കണ്ണൂരിനെ മാറ്റിയതാണ്. കണ്ണൂരിലെ കുറെ ക്രിമിനൽ സംഘത്തിനെയാണ് ഇത് കീഴടക്കാനായിട്ട്, ഈ ജില്ല കീഴടക്കാനായിട്ട് നിയോഗിച്ചത്. ആ നിയോഗിച്ച ക്രിമിനൽ സംഘം രാഷ്ട്രീയ ക്രിമിനൽ ആയിരുന്നെങ്കിൽ ഇന്ന് സാമ്പത്തിക ക്രിമിനലായി മാറി. രണ്ട് വ്യത്യാസമുള്ളൂ. ഒരു കാലത്ത് രാഷ്ട്രീയ ക്രിമിനലുകളായിരുന്നു, ഇവർ ഇന്ന് സാമ്പത്തിക ക്രിമിനലുകളായിട്ട് മാറി. ഇവർ സ്വർണം പൊട്ടിക്കാനും പൈസ മോഷ്ടിക്കാനും നടക്കുന്ന സംഘമായി മാറിയതോടുകൂടി പാർട്ടിയുടെ നേതാക്കന്മാർ അതിന്റെ പങ്ക് പറ്റുന്നവരായി മാറി. ആ പങ്ക് പറ്റുന്ന നേതാക്കന്മാരെയാണ് മനു തോമസ് ചൂണ്ടിക്കാണിച്ചത്. ആ മനു തോമസ് ചൂണ്ടിക്കാണിച്ച ആളുകൾ അവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് പകരം മനു തോമസ് പറയുന്നത് ഒന്നും യാഥാർത്ഥ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിലെ എത്ര ജില്ലകളിൽ ആരോപണം വന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ആരോപണത്തിൽ CPM പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളിതാ ഈ അന്വേഷണം നടത്താൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ വിട്ടുകൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ അന്വേഷണം നടത്തി അവരെ വെള്ളപൂശും, പാർട്ടിയുടെ ചേർത്ത് പിടിക്കും. ഈ ആരോപണം പറഞ്ഞവനെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ? നാളെ മറ്റൊരാൾ ഈ പാർട്ടിയിൽ ആരോപണം പറയാത്ത രീതിയിൽ ഉള്ള എല്ലാ സംവിധാനവും അവനെതിരെ തിരിയും. അവനെതിരെ തിരിഞ്ഞാൽ മാത്രമേ മറ്റൊരുത്തൻ നാളെ നാവ് തുറക്കാതിരിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള നടപ, അല്ലാതെ ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, CPM-ന് ഭയമില്ല, മടിയിൽ കനമില്ല, ഞാൻ എൻ്റെ മകനതിൽ പങ്കില്ല, എനിക്കതിൽ പങ്കില്ല എന്ന് പറയുന്ന ജയരാജനും MP ജയരാജനും P ജയരാജനും ഒക്കെ ഈ അന്വേഷണം CBIക്ക് വിടട്ടെ.
ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ക്രിമിനൽ സംഘം ജില്ലക്ക് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത് നിരവധി സംഭവ വികാസങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല എന്നും അതെല്ലാവർക്കും അറിയാം. TP വധക്കേസിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വധം നടന്നപ്പോ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു. മുടക്കോഴി മഴയിൽ പ്രതികളെ പിടിച്ചു. ഈ പ്രതികളെ പിടിച്ചപ്പോ വടകര ജയിലിൽ അടച്ചപ്പോ അവിടെ അന്ന് രാവും പകലും സന്ദർശിച്ചത് ഇന്നത്തെ സ്പീക്കർ, അന്നത്തെ DYFI നേതാവാ. അന്നത്തെ DYFI നേതാവായ ഷംഷീർ രാവും പകലും അവിടെ സന്ദർശിച്ചില്ലേ? എന്താ പറഞ്ഞ? പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി അറിയില്ല എന്ന് പറഞ്ഞ്. ഏത് കൊലപാതകം നടന്നാലും പാർട്ടി അറിയില്ല, പാർട്ടിക്ക് പങ്കില്ല. ഇവരെ തള്ളിപ്പറയും. കേസൊക്കെ ആര് നടത്തും? പാർട്ടി നടത്തും. വക്കീലാര? വിശ്വനായിരിക്കും. വക്കീലാര? മുൻ CPM നേതാക്കന്മാരായ സംരക്ഷിക്കുന്ന വക്കീൽമാരായിരിക്കും. അവരുടെ സ്വന്തം സഹചാരികളായിരിക്കും. ജയിലിലെ ഉപദേശക സമിതി അംഗല്ലേ വിശ്വൻ? അതേപോലെ TP വധക്കേസിൽ ഇപ്പോ പ്രതികൾക്ക് വെള്ളപൂശാനായിട്ട് എന്താണ് ഗവൺമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെല്ലാ സംവിധാനത്തിലും ഉണ്ട്. ഇവർ ലോയർമാർ ഇവരുടെ ഇടയിലുണ്ട്. ജയിൽ ജീവനക്കാരും സൂപ്രണ്ടുമാർ ഇവരെ കൈപ്പിടിയിലാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ കൈപ്പിടിയിലാണ്. P ശശിയാണ് അവിടെ നിന്ന് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കുന്നത് P ജയരാജന. അവിടുത്തെ ജയരാജൻ ഇവിടെ നിയന്ത്രിക്കുന്നു. അവിടെ മറ്റൊരു സംഘത്തെ നിയന്ത്രിക്കുന്നത് P ശശിയാണ്. കണ്ണൂരിലെ രണ്ട് സംവിധാനമാണ് പാർട്ടിക്കുള്ളില്. ഒന്ന് P ജയരാജനും P ശശിയും നിയന്ത്രിക്കുന്ന രണ്ട് സംഘങ്ങളാണ്. ആ സംഘങ്ങളുടെ ബലാബലമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ബലാബലത്തിന്റെ പേരിലാണ് വന്നിട്ടുള്ളത്. ഈ ആരോപണം അന്വേഷിക്കില്ല, ഞങ്ങൾക്കറിയാം, അന്വേഷിക്കില്ല. കാരണം CPM പെട്ടിട്ടുള്ള അഗാധമായ ചുഴിയിലാണ്. ഒരിക്കലും നീന്തി കയറാൻ പറ്റാത്ത അഗാധമായ ചുഴിയിൽ ഈ പാർട്ടി പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ സംരക്ഷിക്കണം? ഇവരെ ചേർത്ത് പിടിച്ചേ പറ്റൂ ഈ ക്രിമിനൽ സംഘത്തെ. കാരണം ഇവർ ഇനിയും പലതും വിളിച്ചു പറയും. ആകാശ് തില്ലങ്കരനെയും അർജുൻ നായങ്കരനെയും TP വധക്കേസിലെ പ്രതികളെ ഒന്നും സംരക്ഷിച്ചില്ലെങ്കിൽ അവരൊക്കെ പലതും വിളിച്ചു പറയും. അപ്പൊ പലതും വിളിച്ചു പറയുന്നത് പേടിച്ചിട്ടാണ് മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ വരാഞ്ഞത്. മുഖ്യമന്ത്രി നിയമസഭയിൽ വരാതെ പോയത് ഇവർക്ക് എന്തിനാണ്? ഇപ്പോ ഇവരുടെ ഇതാ ഞങ്ങൾ സംരക്ഷിക്കുന്നു, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ നിങ്ങളെ പുറത്തുവിടാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ഇവിടെ സംവിധാനത്തിൽ പറ്റുന്നില്ല എന്ന് ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഇവർ പലതും വിളിച്ചു പറയും. ഞാനിപ്പോ മനസ്സിലാക്കിയത് ഒരു കാര്യമുണ്ട്. കിർമാനി മനോജ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഉണ്ട്. ആ കേസിലെ പ്രതി അവിടെ ഇപ്പോൾ എന്തോ വിളിച്ചു പറയുമെന്ന് ഭയപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഫോൺ സന്ദേശം വന്ന് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ജയിലിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ജയിലിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മർദ്ദനമുറ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം അതെന്താ? അവിടെ നിന്ന് നിർദ്ദേശം വന്നു. എന്തിനാ നിർദ്ദേശം? ഇവർ പലതും വിളിച്ചു പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇതിൽ നിന്ന് വലിയ രീതിയിലുള്ള ആഘാതം CPM-നുണ്ടാവും. അപ്പൊ ആ CPM-നെ രക്ഷിക്കണമെങ്കിൽ ഇത്തരം ആളുകളെ നാവടക്കണം. മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ആരോപണം, ആ ആരോപണത്തെ പറ്റി അന്വേഷണം നടത്തണ്ടേ? എന്നിട്ട് വേണ്ടേ ഇത് വെള്ളപൂശാൻ? ഈ വെള്ളപൂശൽ എന്തിനാണ്? ജയരാജൻ ഒന്നും അറിയുന്നില്ല. കണ്ണൂരിൽ MP ജയരാജൻ പറയുന്ന ഞാനൊന്നും അറിയുന്നില്ല എന്നാണ്. കണ്ണൂരിൽ നടക്കുന്ന എല്ലാ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രം CPM ഓഫീസാണ്. സംശയമില്ല. കണ്ണൂർ ജില്ലാ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് പല നേതാക്കന്മാരും ഈ കണ്ണൂരിലെ ക്രിമിനൽ സംഘത്തെ, കൊട്ടേഷൻ സംഘത്തെ, സ്വർണ്ണക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്നത്, അതിൽ പങ്കുപറ്റുന്നത്. ഒരു സംശയവുമില്ല. അത് ഞങ്ങളൊക്കെ നേരത്തെ പറയുന്ന 2 പതിറ്റാണ്ട് കാലമായി ഈ ക്രിമിനൽ സംഘം കണ്ണൂരിലെ വിലസുന്നു. എന്താ ഇന്നലെയാണോ ഇത് അറിഞ്ഞത്? ആകാശ് തില്ലങ്കേരിയും അർജുൻ നായങ്കയൊക്കെ ഈ പറയുന്ന TP വധക്കേസിലെ പ്രതികളൊക്കെ ജയിലിൽ നിന്നിട്ട് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് പാർട്ടി ഇന്നലെ അറിഞ്ഞതാണോ? എല്ലാ നേരത്തെയുള്ള പ്രതികളും ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ കൊട്ടേഷൻ സംഘം. പാർട്ടിക്ക് വേറിട്ട സംവിധാനമല്ല, പാർട്ടിക്കുള്ളിലെ സംവിധാനത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ബലദേവനൊന്നും അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു. പാർട്ടിയിലെ ഒരു സമാന്തര സംവിധാനമാണ് ഈ കൊട്ടേഷൻ സംഘം. കൊട്ടേഷൻ ഇല്ലെങ്കിൽ പാർട്ടിയില്ല, പാർട്ടിയില്ലെങ്കിൽ കൊട്ടേഷൻ ഇല്ല എന്ന രീതിയിലേക്ക് കണ്ണൂരിലെ നേതാക്കന്മാർ ഈ പാർട്ടി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ അണികൾക്ക്, പാവപ്പെട്ടവന് ഒരു കാര്യമില്ല. അവൻ വിചാരിക്കുന്നത് ഇത് കമ്മ്യൂണിസമാണ്, ഇത് കേരളമാണ്, ഇത് കണ്ണൂരാണ് എന്നൊക്കെ പറയുന്നവർ കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട CPM-ന്റെ ഇന്നലെ വരെ വോട്ട് ചെയ്തിട്ടുള്ള ആ ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് ഓരോ വ്യക്തിയെയും ഭയപ്പെടുത്തുകയാണ്. കോറിയ മാഫിയുമായിട്ട് ബന്ധമുണ്ട്, കൊട്ടേഷൻ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ധങ്ങളൊക്കെ നേരത്തെ ഞങ്ങളല്ലല്ലോ പറയുന്നത്, ജയരാജന്റെ മകനും ബന്ധമുണ്ടെന്ന് പറഞ്ഞ്. പാർട്ടിയിൽ ഇപ്പോ എത്ര ഗ്രൂപ്പുകളുണ്ട്? നിലവിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? മനു തോമസ് അതും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനു തോമസ് എന്ന് പറയുന്ന DYFI-യുടെ ജില്ലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്? പാർട്ടി ഇന്ന് വരെ ജില്ലാ കമ്മിറ്റി ഏതെങ്കിലും രീതിയിൽ ഇത് ആരോപണം തള്ളിയോ? ജില്ലാ കമ്മിറ്റി MP ജയരാജൻ ഒറ്റ വാക്കിൽ ഒതുക്കുകയോ? ഇത് ഒറ്റ വാക്കിൽ ഒതുക്കി ഒളിഞ്ഞു നടക്കുകയാണ്.
ജയരാജന് ബന്ധമില്ല, കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബന്ധമില്ല. ഇതിന്റെ നേതാക്കന്മാർ ആരായാലും അവരെ പുറലോകം അറിയട്ടെ, നിയമവ്യവസ്ഥയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് CBI അന്വേഷണം വിടുന്നില്ല? CBI അന്വേഷണം ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് MP ജയരാജൻ പറയട്ടെ. കണ്ണൂരിലെ ഈ കൊട്ടേഷൻ സംഘവുമായി, ഈ ക്രിമിനൽ സംഘവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അന്വേഷണം, സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം. നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമുണ്ടല്ലോ പാർട്ടിക്ക്. പാർട്ടി അന്വേഷിച്ചാൽ ഇതൊന്നും കിട്ടില്ല. പാർട്ടി അന്വേഷിച്ചാൽ ഇതൊന്നും പുറത്തു വരില്ല. ഇവരൊക്കെ സംരക്ഷിക്കുന്ന, കൂടെ ഇരുത്തുന്ന, കൂടെ കൊണ്ടുപോകുന്ന എല്ലാ നിയമ സംവിധാനവും പാർട്ടിക്കുണ്ട്. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് നല്ലവരായ പാർട്ടി നേതാക്കന്മാർ കണ്ണൂരിൽ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്നോട്ട് പോവുകയാണ്. നല്ലവരായ പാർട്ടി നേതാക്കന്മാർ കണ്ണൂരിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഇത് ക്രിമിനൽ സംഘത്തെ താലോലിക്കുന്നവർ, തലോടുന്നവർ, കൂടെ നിർത്തുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ, അവർക്ക് നിയമസഹായം നൽകുന്നവർ, അവരാണ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് അത്തരം സംഘങ്ങളല്ല കമ്മ്യൂണിസം അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ MP ജയരാജന്റെ കാലഘട്ടത്തിലെങ്കിലും ഇതൊരു സ്വതന്ത്രമായ അന്വേഷണത്തിന് വിടട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു അന്വേഷണത്തിന് വിടൂ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ, നിങ്ങൾ ഇവരെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു സ്വതന്ത്രമായ അന്വേഷണം, നമുക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടല്ലോ, CBI അന്വേഷിക്കട്ടെ. അത് അന്വേഷണത്തിന് വിടാത്ത ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട ഹരിദാസ്. കാരണം പാർട്ടിക്ക് CPM-ന് കോടതിയുണ്ട്, പോലീസുണ്ട്. അപ്പോൾ സ്വന്തം നിലക്കുള്ള അന്വേഷണമാണ് അഭികാമ്യമായിട്ട് അവർ കരുതുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള അന്വേഷണത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതിന് കണ്ണൂർ ജില്ലാ നേതൃത്വം തയ്യാറാവുകയുമില്ല. ശ്രീ പിയേഴ്സൺ, ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടി പെടുത്തുകയാണ്. ഇപ്പോൾ വന്ന ഒരു വാർത്തയാണ്, കരുവന്നൂർ കേസ് CPM-ൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. 77,63,000 രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയതിൽ പാർട്ടി ഓഫീസിനായി വാങ്ങിയ 5 സെൻറ്റ് ഭൂമിയും CPM-ൻ്റെ 5 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചതിൽ കരുവന്നൂർ ബാങ്കിലെ 8 അക്കൗണ്ടുകൾ. കരുവന്നൂർ കേസിൽ കണ്ടുകെട്ടിയത് ആകെ 29.29 കോടി രൂപയുടെ സ്വത്തുവകകൾ മൊത്തത്തിൽ. അതിൽ CPM-ൻ്റേത് 77,63,000 രൂപയുടെ സ്വത്തുവകകളാണ്. അപ്പോൾ നോക്കൂ, ഈ പാർട്ടി സമീപകാലത്തെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ എത്രയോ വട്ടം ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്തേക്ക് കൊട്ടേഷൻ സംഘങ്ങൾ കടന്നു വരും. അതേപോലെ തന്നെ വലിയ തരത്തിൽ കോർപ്പറേറ്റ് ശക്തികള്, പണാർത്ഥികളുള്ളവര്, അതുപോലെ തന്നെ പാർട്ടി വിറ്റ് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇവരുടെ കൈകളിലൊക്കെ പാർട്ടി ചെന്ന് പെടുന്ന സമയത്ത് സംഭവിക്കുന്ന ദുരന്തമാണ് സമീപകാല വാർത്തകളിൽ വളരെ സജീവമായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്താൻ കഴിയാതെ വരുമ്പോഴാണ് പാർട്ടി തന്നെ ജീർണിച്ചില്ലാതാകാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയങ്ങളൊക്കെ ഉണ്ടാകുക. പല പരാജയങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആ പരാജയങ്ങളിൽ നിന്ന് കരകയറി വലിയ വിജയങ്ങളിലേക്ക് വരികയൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ സംഭവവികാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ ദിവസവും കൂടുതൽ മോശമായിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലം എന്ന് പറയുന്നത് കുറെ കാലം കഴിയുന്ന സമയത്ത് ഈ സംഘടന എന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള സാഹചര്യം വരും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഓരോരോ വാർത്തകളും നാം എടുത്തു വെച്ച് വായിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കൃത്യമായി സത്യസന്ധമായിട്ട് സമൂഹത്തിനോട് പ്രതികരിക്കാത്തതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആത്യന്തികമായിട്ടുള്ള ഭാവിയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ അതിന് നിലനിൽക്കണമെങ്കിൽ, അതിന്റെ സംവിധാനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, അതിന്റെ നേതൃത്വത്തിന് അധികാരം നിലനിർത്തണമെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള മിനിമം ചില പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെങ്കിലും പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സഹകരണ മേഖലയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൊള്ളകൾ എന്ന് പറയുന്നത് ആ പാർട്ടിയെ തുരന്നു തീർക്കുന്നതായിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമാണതല്ലേ? അതാണ് പ്രശ്നം. ശ്രീ പിയേഴ്സൺ, ഈ മനുവിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഇപ്പം നോക്കൂ, പണ്ട് TP ചന്ദ്രശേഖരനെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിന് നേരെ പല അറ്റംപ്റ്റുകളും നടത്തി, അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ 51 വെട്ടിലൂടെ അദ്ദേഹത്തെ ഇല്ലാതാക്കി. അന്ന് അദ്ദേഹത്തോടൊപ്പം പോരാടിയ ഒരു വ്യക്തിയായിരുന്നു MR മുരളി, ഷൊർണൂരിലെ. MR മുരളിക്ക് അധികാര കസേര കിട്ടിയപ്പോൾ അദ്ദേഹം കൂടെ നിന്നു. മാത്രമല്ല സമ്മർദ്ദവും ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനമാണ് അദ്ദേഹത്തെ കുടിയിരുത്തിയത് ഒരു കസേരയിൽ. അപ്പോൾ ഇനി മനു തോമസിനെ പ്രലോഭിപ്പിക്കുമോ, അതോ ആ പ്രലോഭനത്തിൽ എന്തായാലും മനു വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ
ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിൻ്റെ കൊലവിളിയാണ്, പരസ്യമായിട്ടുള്ള ഭീഷണിയാണ്. ഇനി ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അതോ സമ്മർദ്ദവും അതുപോലെ ഭീഷണിയും തുടരുന്ന ഒരു നിലപാടിലേക്കായിരിക്കുമോ പാർട്ടി കടക്കുക? അല്ല, അത് നമുക്കങ്ങനെ പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെയുള്ള ഒരു സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനായിട്ട് അവർ ജാഗ്രത കാണിക്കാനാണ് സാധ്യത. കാരണം പി ചന്ദ്രശേഖരൻ വധത്തിൽ എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അധികാരത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് അതുവരെയും പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് വന്നിരുന്ന അതിന്റെ ഒരു ക്രെഡിബിലിറ്റി, അതിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അതിന് തകർന്നു പോയിട്ടുണ്ട്. ആ തകർച്ചയ്ക്ക് അത് വലിയ തരത്തിൽ വില കൽപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ വില കൽപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ തുടർന്നു വരുന്നതായിട്ടുള്ള പ്രക്രിയകളെല്ലാം നമ്മൾ ദൃശ്യമായി കാണും. അതുകൊണ്ട് മനു തോമസിന് അത്തരത്തിൽ ഒരു വഴി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ ബുദ്ധിയുടെ ചെറിയ കണിയെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനു തോമസിനെ അവഗണിച്ചു വിടുകയായിരിക്കും പാർട്ടിക്ക് നല്ലത്. അതല്ലാതെ വീണ്ടും അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ച് അദ്ദേഹത്തെ വകവരുത്തി കൊട്ടേഷൻ സംഘങ്ങൾക്ക് പോലും അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഇതിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാച്ചു കളയാനായിട്ടുള്ള പ്രവർത്തനത്തിന് ആക്കം കൂട്ടുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമായിരുന്നു. കാരണം അന്നത്തെ ഒരു പബ്ലിക് സ്ഫിയറിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. ഇന്ന് അത് നടക്കാത്തതായിട്ടുള്ള ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉന്മൂലന സാധ്യത അതിനകത്തില്ല എന്ന് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അനുനയ ചർച്ചകളൊക്കെ നടത്തുകയും മറ്റൊക്കെ സംഭവിച്ചേക്കാം. വീണ്ടും പാർട്ടിയിൽ കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളൊക്കെ നടക്കാം. കാരണം പുതിയ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിനനുസരിച്ച് എന്നും നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെപ്പോഴും പുറത്താണ്, വഴിയോരത്ത് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളല്ല നമ്മൾ ഈ പല ആളുകളെയും പരിശോധിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഇതിനൊപ്പം നിൽക്കണം, അധികാരത്തിന്റെ പങ്കുപറ്റണം, കസേരകൾ ആവശ്യമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കോലാഹലം മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഇത് അവസാനിച്ചേക്കാം. അതല്ല, കടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ ആ അഭിപ്രായമായിട്ട് അദ്ദേഹത്തിന് തുടർന്നു പോകാനായിട്ട് കഴിയണം. ശ്രീ ഹരിദാസ്, ഞാൻ ഇന്ന് RMP നേതാവ് വടകര MLA KK രമയുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തി. അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവർ ഈ മനുവിൻ്റെ വീടിന് ചുറ്റും ഇന്നോവ കാർ എത്തുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മനു കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. അത്തരം ഒരു പ്രവൃത്തിയിലേക്ക്, ഹീനമായി ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കണ്ണൂർ ജില്ലയിലെ പാർട്ടി കടന്നാൽ അതിശയിക്കേണ്ട അല്ലേ? കാരണം എന്തും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എവിടെയാണിപ്പോൾ മനു ഉള്ളത്? അതേ മാധ്യമങ്ങളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മനുവിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ ഫോൺ അദ്ദേഹത്തെ കിട്ടുന്നില്ല. ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കിട്ടുന്നില്ല. മനു ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. കാരണം ആലക്കോട് പോലീസ് അദ്ദേഹത്തിന്റെ കടയിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അവിടെയൊന്നും മനു ഇല്ല. അപ്പം മനു തളിപ്പറമ്പിൽ മനുവിന്റെ സഹോദരന് വീട്ടിൽ പോയി, അവിടെയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ പോലീസ് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പൊ മനുവിന് നല്ലവണ്ണം പറയാം, ഈ CPM-ന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള എല്ലാ കളിയും CPM-ന്റെ അനുഭവിച്ചവനമാണ്. അപ്പൊ മനു തോമസിനെ സംബന്ധിച്ചിടത്തോളം CPM ഏതൊക്കെ രീതിയിൽ ഇതിന് പ്രതികരിക്കുമെന്ന് നല്ലവണ്ണം അറിയാം. അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല മനു തോമസ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ മനുവിനറിയാം മനുവിന്റെ ജീവൻ അപായത്തിലാക്കാൻ ഉള്ള ശ്രമം നടക്കും. കാരണം അതിന് ഉതക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നേരത്തെ മനു ദൃക്സാക്ഷിയായിരിക്കാം. മനു അതുകൊണ്ടാണ് പറഞ്ഞത്, ഒഞ്ചിയവും മറ്റ് പ്രദേശങ്ങളൊക്കെ എടുത്ത് പറഞ്ഞത് അതിന്റെ ഭാഗമാണ്. മനുവിന് അതിൻ്റെ ഉള്ള രഹസ്യങ്ങളൊക്കെ അറിയാം. ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ള, ആരാണ് നയിക്കുന്നത്, ആരുടെ നിർദ്ദേശത്താണ് പോകുന്നത്. ഇത് ഒരു സംവിധാനമാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല. ഇത് ഏതെങ്കിലും ഒരു പൊടുന്നനെയുണ്ട ഒരു സംഭവ വികാസത്തിന്റെ പേരിലല്ല ഇവിടെ പല അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത്. ഇതൊക്കെ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് തന്നെ ഒരു വെൽ പ്ലാൻഡ് പരിപാടിയാണ്. ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, ഒരു പറ്റം ആളുകളാണ്. പക്ഷെ ഒരു പറ്റം ആളുകളെ മറ്റുള്ളവർക്ക് പേടിയാണ്, ഭയമാണ്. അതുകൊണ്ടൊന്നും ആരും സംസാരിക്കൂല. ഇപ്പൊ മനു തോമസിന് അറിയാം എൻ്റെ ജീവൻ ആരുടെ കൈകളിലൂടെയാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മനു എവിടെയും പിടികൊടുക്കാതെ മാറി മാറി നിൽക്കുകയാണ്.
മാറി മാറി കൂടുവിട്ട് കൂടുമാറുകയാണ് മനു. അപ്പൊ ആ മനുവിന് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ആർക്കും പിടികൊടുക്കാത്തത്. മനുവിനെ ചില പത്രദൃശ്യ മാധ്യമത്തിന്റെ പേരിൽ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനുവിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുവിന് പല കോളുകളും വരുന്നുണ്ട്. ആ മനു തോമസിന് പല കോളുകളും വരുമ്പോഴും പലരും എവിടെയാണെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ വിളിക്കുന്നവരുണ്ട്. അപ്പം എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലേ കൃത്യം നിർവഹിക്കാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായും CPM ഇതിനൊന്നും മടിയില്ലാത്ത പാർട്ടിയാണ്. ഒരു മടിയുമില്ല. ഞങ്ങളിവിടെ ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ജനങ്ങൾ എന്നേ CPMന്റെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. കണ്ണൂർ ജില്ല പോലും CPMന്റെ കാലിനടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വോട്ട് മാത്രമല്ല നഷ്ടം, അണികളുടെ മനോഭാവം നഷ്ടപ്പെട്ടു. മാനസിക നില തന്നെ തെറ്റിയ അണികളുണ്ട്. ഇപ്പോ ഇതിനോട് വിട പറഞ്ഞു നിൽക്കുന്ന അണികൾ മാനസികമായിട്ട് അവർ വിട പറഞ്ഞിട്ടു. ഈ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞവർ മുക്കിനും മൂലയിലും ജീവിക്കുന്നുണ്ട്. അതിൽ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ പോലുമുണ്ട്. അവരിൽ അസംതൃപ്തരാണ്. അവർക്കിതിനെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് നേതൃത്വത്തിന്റെ മുമ്പിൽ പലപ്പോഴും വിലങ്ങ് നടിയായി അവർക്ക് നിൽക്കുന്നത്, പുറത്തു വരാതെ നിൽക്കുന്നത് അവർക്ക് ഭയം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ആ ഭയം മെല്ലെ മെല്ലെ വിട്ടു മാറുന്നുണ്ട്. ഇതേപോലെ മനു തോമസുമാർ വരുമ്പോൾ കുറെയൊക്കെ ഭയം വിട്ടു മാറാൻ സാധിക്കും. എന്നിരുന്നാലും മനുവിനെ ഇപ്പോൾ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്ന നല്ല ഉദ്ദേശമല്ല. കാരണം മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് പലരെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ സാധിച്ചത് ചില നിയമ സംവിധാനത്തിന്റെ നിയമപാലകന്മാർക്ക് ഇവർക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ്. പലരും എങ്ങോട്ട് പോകുന്നു എന്ന് ഒറ്റിക്കൊടുത്ത പോലീസുകാരുണ്ട്. ആ പോലീസുകാർ നമുക്കറിയാം, കുപ്പിസൂദീനെ പോലെ ആളുകളെ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കിയ 2 മേലുദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ പേര് നടപടിയെടുക്കണമെന്ന് CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ കേരള പോലീസ് നടപടിയെടുത്തോ? കേരള ഗവൺമെന്റ് നടപടിയെടുത്തോ? ഒന്നും നടപടിയെടുത്തില്ല. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറെ ആളുകൾ ഇവർ വരുതിക്ക് നിൽക്കുന്നവരാ, ഇവർക്കെല്ലാം ചോർത്തി കൊടുക്കുന്നവരാ. എങ്ങനെ ഒരു ജീവൻ എടുക്കാമെന്നല്ല, സംരക്ഷിക്കാമെന്നല്ല, എങ്ങനെ ഒരു ജീവൻ എടുക്കാമെന്ന് വിചാരിച്ച് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ക്രിമിനൽ സംഘത്തിന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജീവൻ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന പോകുന്ന ആളുകളെയൊക്കെ മനുവിനറിയാം. അതുകൊണ്ട് മനു അങ്ങനെ പിടികൊടുക്കില്ല. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട MLA രമ പറഞ്ഞത് രമയുടെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ ഈ അനുഭവം കണ്ണൂർ ജില്ലയിൽ ഓരോ സാധാരണക്കാരനും അറിയാം. 2.5 പതിറ്റാണ്ട് കാലം കണ്ണൂർ ജില്ലയിൽ ഈ കൊട്ടേഷൻ സംഘം വാഴ്ന്നിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വമുണ്ട്, കോർഡിനേഷൻ ഉണ്ട്, അതിന് നല്ലൊരു മെയ്വഴക്കമുള്ള നേതാക്കന്മാർ അതിന്റെ കൂടെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നേതൃത്വത്തെയാണ് മനു ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ CPM അകപ്പെട്ട അഗാധമായി ചുഴിയുന്നത്. ഒരിക്കലും CPMന് കരകയറാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഭാവിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിരവധി നേതാക്കന്മാർ ഇത്തരം സംഘത്തിനെതിരായി പ്രതികരിക്കാൻ രംഗത്ത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിയുടെ മാഫിയ പ്രവർത്തനത്തിനെതിരെ ശബ്ദിക്കുന്ന നാവുകൾ ഇനിയും ഉയരുമെന്ന് പ്രത്യാശിക്കാം. മനുമാർ പാർട്ടി വിട്ട് പുറത്ത് വരും, അവരുടെ അനുഭവങ്ങൾ പൊതുസമൂഹത്തോട് പങ്കുവെക്കും എന്നും പ്രത്യാശിക്കാം. ജനഡിബേറ്റിയുടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.